സെയിൽസിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ചിലപ്പോൾ ചില മണ്ടത്തരങ്ങളൊക്കെ കാണിക്കുക. അങ്ങനെ ഒരു അനുഭവം ഞാൻ പങ്കുവയ്ക്കാം. ഒരിക്കൽ ഞാൻ ദുബായിൽ ഒരു ട്രെയിനിങ്ങിന് പോയിട്ട് അവിടെ നിന്ന് നേരെ ഖത്തറിലേക്ക്, ദുബായിലെ ട്രെയിനിങ് കഴിഞ്ഞിട്ട് നേരെ ഖത്തറിലേക്ക് ട്രെയിനിങ്ങിന് പോകണം. അപ്പോൾ ദുബായിലെ ട്രെയിനിങ് കഴിഞ്ഞ് തിരക്കിനിടയിൽ എൻ്റെ ഷൂ ചെറുതായിട്ട് കംപ്ലയിൻറ്റ് വന്നു. എനിക്കത് വാങ്ങാനുള്ള സമയം കിട്ടിയിരുന്നില്ല. ഞാൻ ആ ട്രെയിനിങ് കഴിഞ്ഞ് ഉടനെ തന്നെ ദുബായിലേക്ക് പോകണം. എനിക്ക് ഫ്ലൈറ്റിൻ്റെ സമയമായിട്ടുണ്ട്. പോകുന്ന വഴിയിൽ ഞാൻ ടാക്സി ഡ്രൈവറോട് പറഞ്ഞു, അവിടെ കാണുന്ന ആ ഒരു ഷോറൂമിനോട് ചേർന്നിട്ട് നിങ്ങളൊന്ന് കാർ നിർത്തണം എന്ന് പറഞ്ഞു. അദ്ദേഹം എനിക്ക് നിർത്തി തന്നു. കാരണം മലയാളിയായ ഒരു ഡ്രൈവറായിരുന്നു. അയാൾ നിർത്തി തന്നു. ഞാൻ വളരെ പെട്ടെന്ന്, കാരണം എനിക്ക് ഫ്ലൈറ്റിൻ്റെ സമയമായിട്ടുണ്ട്, വളരെ പെട്ടെന്ന് ഷോറൂമിലേക്ക്, ഒരു പേര് ഞാൻ ഓർക്കുന്നില്ല, ഷൂ എക്സ്പ്രസ് അങ്ങനെ എന്തോ ഒരു സാധനമാണ്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ. അവിടെ ഞാൻ കയറി ചെന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ ഷൂ വേണം. അപ്പോൾ മലയാളിയായ പയ്യനാണ്. ആ ചെന്ന ഉടനെ തന്നെ എന്നെ കണ്ട് പറഞ്ഞു, നിങ്ങൾ വീഡിയോ ഒക്കെ ചെയ്യുന്ന ആളല്ലേ എന്നൊക്കെ പറഞ്ഞു. എന്നെ പരിചയമുള്ള ആൾ എനിക്ക് എന്ത് ചെയ്തു, ഷൂ എടുത്തു തരാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരൻ പോയി. അങ്ങനെ എനിക്ക് വേണ്ട ഷൂ 2-3 കൊണ്ടു തന്നു. ഞാനത് എടുത്തു. ഞാൻ അയാളോട് പറഞ്ഞു, ഇതെനിക്ക് മതി, ഇത് കുഴപ്പമില്ലല്ലോ, എൻ്റെ ആവശ്യത്തിന് ഇത് ഓക്കെയാണ് എന്ന് പറഞ്ഞ് ഞാൻ എടുക്കാനിരിക്കും പറഞ്ഞു. സാർ നിൽക്ക് എന്ന് പറഞ്ഞിട്ട് പുള്ളി ഇതിനേക്കാളും നല്ല കുറേ ഐറ്റംസ് ഗോഡൗണിലുണ്ട്, ഞാൻ അതും കൂടെ കൊണ്ടുവരാം. ആക്ച്വലി പുള്ളിക്കാരൻ എന്നോടുള്ള സ്നേഹം കൊണ്ട് എനിക്ക് അത് കൊണ്ടുതരാൻ വേണ്ടി പോയതാണ്. പക്ഷെ ഒന്ന്, ഞാൻ ഹറിയിലാണ്. രണ്ടാമത്, ഞാൻ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഞാനിത് എടുക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. മൂന്നാമത്, ഞാനിത് എടുക്കാമെന്ന് അയാളുടെ പറഞ്ഞിട്ടുമുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ ബൈയിങ് മോഡ് ഓണാണ്, കംപ്ലീറ്റ് ആയിട്ട് ബൈയിങ് മോഡാണ്. അവിടെ പിന്നെ കൂടുതലായിട്ട് അത് എടുക്കാൻ പോകാൻ നിൽക്കേണ്ട കാര്യമില്ല. അവിടെ ഞാൻ ബൈയിങ് മോഡ് ഓണാണ്, എസ് പറഞ്ഞാൽ അവിടെ ക്ലോസ് ചെയ്യുക, പേയ്മെൻറ്റ് വാങ്ങിക്കുക, എന്നെ ഡീൽ ചെയ്യുക. ഇതാണ് നോർമലി ചെയ്യേണ്ടത്. പക്ഷേ പുള്ളിക്കാരൻ എന്നോടുള്ള സ്നേഹം കൊണ്ടോ എന്തെന്നറിയില്ല, കുറച്ചുകൂടെ നല്ല സാധനം ഗോഡൗണിലുണ്ടെന്നുള്ള വിശ്വാസം കൊണ്ടായിരിക്കും അയാൾ അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വന്നു. അപ്പോഴേക്കും എനിക്ക് എൻ്റെ ഫ്ലൈറ്റിൻ്റെ സമയം ലേറ്റ് ആവുമെന്ന് കണ്ട് പുള്ളി വരുന്നതിന് മുമ്പേ ഞാൻ ടാക്സിയിൽ കയറിപ്പോയി. പിന്നെ ഖത്തറിലെത്തിയതിന് ശേഷം ഞാൻ അവിടെയുള്ള സംഘാടകരോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഞാൻ ഷൂ വാങ്ങിച്ചിട്ടാണ് ഇട്ടത്. സെയിൽസിൽ ഇത് പലരും ചെയ്യുന്ന ചെറിയൊരു അബദ്ധമാണ്. കാരണം കസ്റ്റമർക്ക് പ്രൊഡക്റ്റിനെ കുറിച്ചൊക്കെ നന്നായിട്ട് അങ്ങ് വിശദീകരിച്ചു കൊടുത്ത് കസ്റ്റമർ ഓക്കെ ആയിട്ടുണ്ടാകും. ഓക്കെ ആയിട്ടും ക്ലോസിങ്ങിലേക്ക് പോകില്ല. ക്ലോസ് ചെയ്യാൻ ശ്രമിക്കാതെ വീണ്ടും അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കസ്റ്റമറുടെ താല്പര്യം എന്ന് പറയുന്നത് ഒരു ഗ്രാഫ് പോലെയാണ്. അതിനെ നമ്മളിങ്ങനെ നെർച്ചർ ചെയ്ത് ഇമോഷണലായിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് ടോപ്പിലെത്തി കഴിഞ്ഞാൽ പിന്നെ നീട്ടിക്കൊണ്ടുപോകരുത്. വളരെ പെട്ടെന്ന് നമ്മൾ ക്ലോസ് ചെയ്തേക്കണം. പിന്നെ അവിടുന്ന് നമ്മൾ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ കസ്റ്റമറുടെ ഗ്രാഫ് താഴെ പോകാനുള്ള സാധ്യതയുണ്ട്. സോ ഇങ്ങനെയുള്ള സെയിൽസിലെ മണ്ടത്തരങ്ങൾ ഒഴിവാക്കി ഒരു പ്രൊഫഷണൽ സെയിൽസ്മാൻ ആവണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? സെയിൽസിനെ കുറിച്ച് A to Z പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഓരോ കസ്റ്റമറുടെയും സ്വഭാവം മനസ്സിലാക്കി ഓരോ കസ്റ്റമറെയും റൈറ്റായിട്ട് ക്ലോസ് ചെയ്യണമെന്നും, എങ്ങനെയാണ് പേയ്മെൻറ്റ് വാങ്ങിക്കേണ്ടതെന്നും, എങ്ങനെയാണ് കസ്റ്റമറോട് സംസാരിക്കേണ്ടതെന്നും, കസ്റ്റമർ ഒബ്ജക്ഷൻ ഹാൻഡിൽ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊക്കെ പഠിക്കാൻ ആഗ്രഹമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ വരുന്ന ഒക്ടോബർ 8-ാം തീയതി കോഴിക്കോട് ഡിമോറ ഹോട്ടൽസിൽ വെച്ചിട്ട് ഒരു ട്രെയിനിങ് പ്രോഗ്രാം നടക്കുന്നുണ്ട്. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ നീണ്ടു നിൽക്കുന്ന എക്സ്ക്ലൂസീവ് സെയിൽസ് ട്രെയിനിങ് പ്രോഗ്രാമാണ്. സെയിൽസിനെ കുറിച്ച് ആധികാരികമായി നിങ്ങൾ അറിയേണ്ടതെല്ലാം പഠിപ്പിക്കും. നിങ്ങളൊരു സെയിൽസ്മാൻ ആണെങ്കിൽ, നിങ്ങളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും പങ്കെടുക്കണം. നിങ്ങൾക്ക് ഒന്നിലേറെ സെയിൽസ് ടീം അംഗങ്ങൾ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെയും കൂടെ ചേർത്തിട്ട് പങ്കെടുക്കേണ്ട പ്രോഗ്രാമാണിത്. കാരണം സെയിൽസിൻ്റെ പ്രോഡക്റ്റ് ട്രെയിനിങ്ങും നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസും മാത്രമേ നിങ്ങൾ സെയിൽസ് ടീമിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവുള്ളൂ. സയൻറ്റിഫിക് ആയിട്ട് സെയിൽസ് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ടാവില്ല. ഒരു കസ്റ്റമറെ ഹാൻഡിൽ ചെയ്യേണ്ടത്, പേയ്മെൻറ്റ്, ക്ലോസിങ്, ഇതൊന്നും പഠിപ്പിച്ചിട്ടുണ്ടാവില്ല. അത് പഠിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റിയാണ് കേരളത്തിലെ നമ്പർ 1 സെയിൽസ് ട്രെയിനിങ് ആയിട്ടുള്ള $1 മില്യൺ സെയിൽസ്മാൻ. സ്വാഗതം. ഈ വരുന്ന ഒക്ടോബർ 8-ാം തീയതി കോഴിക്കോട് ഡിമോറ ഹോട്ടൽസിലേക്ക് കൂടുതൽ അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം, മെസ്സേജ് അയക്കാം. ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്ത് കൂടുതൽ കാര്യങ്ങൾ ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം ഈ കോഴ്സിൻ്റെ ഭാഗമായി മതി. സോ ഒരിക്കൽ കൂടി, see you at Dimora Hotels on October 8th. Thank you. This is me, Casac Benjali.